ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ മറൈൻ വേൾഡിൻ്റെ ഏറ്റവും വലിയൊരു പോർട്ടബിൾ അക്വേറിയം കാണാൻ വേണ്ടി വന്നേക്കാണ്. ഒരുപാട് നാളുകളായിട്ട് ഇത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിലും ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ചെയ്യാൻ നടന്നില്ല. പക്ഷേ ഇന്നാണ് അതിനുള്ളൊരു അവസരം വന്നത്. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ഒരു 5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മീൻ മുതൽ 200 കിലോഗ്രാം ആകുന്ന ആമസോൺ നദികളിലെ അരാപ്പായ്മ മത്സ്യങ്ങൾ വരെ ഈ ഒരു പോർട്ടബിൾ അക്വേറിയത്തിൽ ഇവരുടെ പക്കലുണ്ട്. അതുമാത്രമല്ല, 100-ൽ പരം വെറൈറ്റികളുള്ള 1000-ൽ പരം നമ്പേഴ്സുള്ള ഒരുപാട് മീനുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരുപാട് ഡീപ് സീ ക്രീച്ചറായിട്ടുള്ള ഒരു ആംഗ്ലർ ഫിഷിൻ്റെ ഷേപ്പിലുള്ള ഒരു കവാടമൊക്കെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തൂടെയാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത്. പ്രധാന കവാടത്തിലൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടത് സൈഡിലായി ക്രമീകരിച്ചിരിക്കുന്ന ആദ്യത്തെ ടാങ്കിൽ കുറേ അധികം മീനുകളുണ്ടെങ്കിലും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുന്ന 3 ഇനം മീനുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മീനാണ് സെയിൽഫിൻ ടാങ്കുകൾ. സാധാരണയായി പസഫിക് ഓഷ്യനിലാണ് ഇവ കൂടുതലായി കാണപ്പെടാറുള്ളത്. എന്നാലും അറബിക്കടലിൻ്റെ തീരപ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ ഇവയെ കണ്ടുവരാറുണ്ട്. പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഹാപ്പിനെസ് മൂഡ് പ്രദാനം ചെയ്യുന്ന ടൈപ്പ് ഓഫ് മീനുകളാണ് സെയിൽഫിൻ ടാങ്കുകൾ. യെല്ലോ കലർന്ന ബ്രൗൺ നിറത്തിലാണ് ഇവയെ സാധാരണയായി കാണപ്പെടുക. വിടർന്ന ചിറകുകളാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവയുടെ ലൈഫ് സ്പാൻ 5 മുതൽ 7 വർഷം വരെയാണ്. 30 വർഷം വരെ ജീവിച്ചിരുന്ന സെയിൽഫിൻ ടാങ്കുകളെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ ഭക്ഷണക്രമം മൈക്രോ ആൽഗകളെയും സീവീഡുകളെയും ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുക. സ്ട്രൈപ്ഡ് സർജിയൻ ഫിഷ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ സ്പൈൻ തന്നെയാണ്. നന്നായി കൂർത്ത ഷാർപ്പായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവയുടെ കോഡൽ സ്പൈനിന് ഉള്ളത്. തന്നെയുമല്ല, മനുഷ്യർ ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവയുടെ കോഡൽ സ്പൈൻ കൊണ്ട് ശരീരഭാഗങ്ങളിൽ ഡീപ്പ് കട്ട്സ് ആൻഡ് വോൺസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല, ഇവയുടെ കോഡൽ സ്പൈൻ വിഷാംശമുള്ളതുമാണ്. സാധാരണയായി ഇൻഡോ പസഫിക് സമുദ്രത്തിലും ഗ്രേറ്റ് ബാരിയർ റീഫിലും ഇവയെ ധാരാളമായി കാണാറുണ്ട്. പൊതുവെ ഹെർബിവോറസ് ആയിട്ടുള്ള ഇവ ആൽഗകളെയാണ് ഭക്ഷണമാക്കുന്നത്. ഇവയെ വേട്ടയാടുന്ന പ്രെഡേറ്റേഴ്സാണ് ട്യൂണ, ഹമൂർ ആൻഡ് ജാക്സ്. ശേഷം മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഒരു സ്കൂബ ഡൈവർ അദ്ദേഹത്തിൻ്റെ ഫുൾ സൂട്ടിൽ ഈ ഒരു മീനുകളുടെ ടാങ്കിൽ ഇറങ്ങി കിടന്നുകൊണ്ട് കുറേ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതേ ടാങ്കിൻ്റെ ഇടത് സൈഡിൽ യെല്ലോ പോംഫ്രെറ്റ്സ് അഥവാ വളയടി, വളോടി എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ അറിയപ്പെടുന്ന യെല്ലോ പോംഫ്രെറ്റ്സ് ഫിഷുകളും ഉണ്ടായിരുന്നു. ഇനി ഈ യെല്ലോ പോംഫ്രെറ്റ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പോംഫ്രെറ്റ് കാറ്റഗറിയിൽ പെടുന്ന മത്സ്യങ്ങളല്ല യെല്ലോ പോംഫ്രെറ്റ്സ്. എങ്കിലും പോംഫ്രെറ്റ്സിൻ്റെ അതേ ലുക്സും ഏകദേശം അതേ ഗുണങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവയെ യെല്ലോ പോംഫ്രെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവ ശരിക്കും ട്രവാലി ഫാമിലിയിൽ നിന്നാണ്. ഏകദേശം 50 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വയ്ക്കാൻ സാധ്യതയുള്ള ഇവയുടെ ഭംഗി എന്ന് പറയുന്നത് പരന്ന തിന്നായിട്ടുള്ള ബോട്ട് ഷേപ്ഡ് ബോഡി തന്നെയാണ്. ശരീരത്തിൻ്റെ മുകളിലും താഴെയും പിൻഭാഗത്തുമായി യെല്ലോ കളറിലുള്ള വി ഷേപ്ഡ് ഫിൻസ് ആൻഡ് ടെയിൽസ്. വളരെ ഉയർന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻ ഡി, B12, മിനറൽസ് എന്നിവയുടെ കലവറയാണ് യെല്ലോ പോംഫ്രെറ്റ്സ്. അധികം അങ്ങനെ കാണാത്ത ഒരേ കാറ്റഗറിയിലുള്ള 2 ടൈപ്പ് ഓഫ് മീനുകളാണ്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് സെമി സർക്കിൾ ഓർ കൊറാൻ ഏഞ്ചൽ ഫിഷ്. രണ്ടാമത്തേത് ബ്ലൂ റിംഗ് ഏഞ്ചൽ ഫിഷ്. സെമി സർക്കിൾ ഏഞ്ചൽ ഫിഷസിന് ബ്രൗൺ ഡോട്ടഡ് ആയിട്ടുള്ള ഡിസൈനും ബ്ലൂ റിംഗ് ഏഞ്ചൽ ഫിഷസിന് ബ്ലൂവിൽ സ്ട്രൈപ്പ് മാർക്സ് ഉള്ള ഡിസൈനും ആയിരിക്കും ഉണ്ടാവുക. ഇൻഡോ വെസ്റ്റ് പസഫിക് ഓഷ്യനിലാണ് ഇവയെ സാധാരണയായി കാണപ്പെടുക. 40 മീറ്റർ ഡെപ്തിലും പ്രഷറിലും വരെ ഇവയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിയും. ഹെവി വെജിറ്റേഷനുള്ള കോറൽ റീഫുകളാണ് ഇവ താമസത്തിനായി തിരഞ്ഞെടുക്കുക. ഏകദേശം 40 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വയ്ക്കുന്ന ഇവയുടെ ഭക്ഷണം റീഫ് ഓഫറിങ്സ് ലൈക്ക് ആൽഗെ, സ്പോഞ്ചസ്, സൂ പ്ലാങ്ക്ടൻസ് എന്നിവയാണ്. ഒപ്പം വെള്ളത്തിൽ പറക്കുന്ന ജീവിയായിട്ടുള്ള സ്റ്റിംഗ്രേസിനെയും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ബലൂൺ പോലെ വീർത്ത് അതിൻ്റെ സൈസ് കൂട്ടുന്ന പഫേഴ്സിനെയും നമ്മളിവിടെ കണ്ടു. സോ ഗൈസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന എല്ലാ ഐറ്റംസും ഓൾമോസ്റ്റ് 100 കിലോ തൂക്കം മേലുള്ള അരാപ്പയിലേക്കാണ് ഇവിടെ ബാക്ക് സൈഡിലുള്ളത്. റെഡ് കാറ്റ്ഫിഷ് ആണ്. മുകളിലൊക്കെ അലിഗേറ്റർ ഗാസ് ആണ്. അതെല്ലാം ആമസോൺ നദികളിൽ മാത്രം കാണപ്പെടുന്ന ഐറ്റംസ് ആണ് കിടക്കുന്നതല്ല. ഇത് നമ്മുടെ ടൈഗർ ഷവൽനോസ് കാറ്റ്ഫിഷ് ആണ്. ഈ കാറ്റഗറി എല്ലാം ആമസോണിൽ മാത്രം കാണപ്പെടുന്ന ഐറ്റംസ് ആണ് ഇവിടെ കിടക്കുന്നതല്ല. അരാപ്പൈമകൾ
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ് അരാപ്പൈമകൾ. ആമസോൺ കാടുകളിലെ നദികളിലാണ് അരാപ്പൈമകളെ കൂടുതലായി കണ്ടുവരിക. ഇവയുടെ ശരീരത്തിന് 3 മീറ്റർ വരെ നീളവും 200 കിലോഗ്രാം വരെ ഭാരവും ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവയുടെ ഭക്ഷണം ഫ്രൂട്ട്സ്, സീഡ്സ്, ഇൻസെക്ട്സ്. നദിക്കരയിലൂടെ നടന്നു പോകുന്ന 10 കിലോഗ്രാം വരെ ഭാരമുള്ള ജീവികളെയും ഒറ്റയടിക്ക് ഇവയ്ക്ക് ഭക്ഷിക്കാൻ കഴിയും. 1 വയസ്സുള്ള ഒരു പിഞ്ച് കുഞ്ഞിനെ പോലും. എയർ ബ്രീത്തറായിട്ടുള്ള അരാപ്പൈമകൾ വെള്ളത്തിനടിത്തട്ടിൽ നിന്ന് ഓരോ പ്രത്യേക ഇൻ്റർവെല്ലുകളിലും ജലോപരിതലത്തിൽ എത്തുകയും എയർ ബ്രീത്ത് ചെയ്ത ശേഷം വീണ്ടും അടിത്തട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. മറ്റ് വേട്ടക്കാരിൽ നിന്ന് അരാപ്പൈമകൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക പ്രായമെത്തുന്നതുവരെ സ്വന്തം വായയിലാണ് സൂക്ഷിക്കുക. ഏകദേശം 23 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ഒരു ഫോസിൽ അരാപ്പൈമകളുടേതുപോലെ തോന്നിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവ ഡിനോസറുകളുടെ കാലം മുതൽക്ക് തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നു. ഇവയെ ഡിനോസർ ഫിഷുകൾ എന്നും വിളിക്കാറുണ്ട്. റെഡ് ടെയിൽ കാറ്റ്ഫിഷസ്. ഇവയുടെ ടോപ്പ് ബോഡിക്ക് പൊതുവെ ബ്ലാക്ക് ഓർ ഗ്രേ കളറിലായിരിക്കും കാണപ്പെടുക. കോമൺ കാറ്റ്ഫിഷ് കളറായിട്ടുള്ള വൈറ്റ് ആയിരിക്കും ബോട്ടം ബോഡിക്ക്. ഫിൻസിനും ടെയിൽസിനും റെഡ് കളർ. പൂച്ചയുടെ മീശ പോലെ തോന്നിക്കുന്ന സ്ട്രാൻഡ്സ് ആൻഡ് സെൻസേഴ്സ് ഇവയുടെ മുൻഭാഗത്തുള്ളത് കൊണ്ടാണ് ഇവയെ റെഡ് ടെയിൽ കാറ്റ്ഫിഷസ് എന്ന് വിളിക്കുന്നത്. പൊതുവെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഇവ പ്രഡേറ്റേഴ്സാണ്. ഇവയുടെ സെൻസ് ഓഫ് സൈറ്റ് ആൻഡ് സെൻസ് ഓഫ് സ്മെൽ ഭയങ്കരമാണ്. കെമിക്കൽ റിസപ്റ്റേഴ്സാണ് ഇവ ഇതിനായി ഉപയോഗിക്കുക. ഏകദേശം 15 വർഷമാണ് ഇവയുടെ ലൈഫ് സ്പാൻ. 56 കിലോഗ്രാം തൂക്കമുള്ള റെഡ് ടെയിൽ കാറ്റ്ഫിഷസിന് വരെ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവയുടെ മാംസത്തിന് കറുത്ത നിറമായതുകൊണ്ട് നേറ്റീവ്സ് ആരും ഇവയെ ഭക്ഷിക്കാറില്ല. എന്നാലും മീറ്റിന് നല്ല രുചിയുള്ളത് കൊണ്ട് ചില റെസ്റ്റോറൻറ്റുകളിൽ ഇവയെ സെർവ് ചെയ്യാറുണ്ട്. മാത്രവുമല്ല കാഴ്ചയിൽ അതിമനോഹരങ്ങളായിട്ടുള്ള മത്സ്യങ്ങളുമാണ് റെഡ് ടെയിൽ കാറ്റ്ഫിഷസ്. ടൈഗർ ഷവൽനോസ് കാറ്റ്ഫിഷസ് ഓർ ടൈഗർ കാറ്റ്ഫിഷസ്. കടുവയുടേതുപോലെ തോന്നിക്കുന്ന സ്ട്രൈപ്പുകളും മൺവെട്ടി പോലെയുള്ള മുഖവും പൂച്ചയുടെ മീശ പോലെ തോന്നിക്കുന്ന സ്ട്രാൻഡ്സ് ആൻഡ് സെൻസേഴ്സ് ഇവയുടെ മുൻഭാഗത്തും ഉള്ളതുകൊണ്ടാണ് ഇവയെ ടൈഗർ ഷവൽനോസ് കാറ്റ്ഫിഷസ് എന്ന് വിളിക്കാനുള്ള കാരണം. നന്നായി നീണ്ട ബോഡിയാണ് ഇവയ്ക്കുള്ളത്. 122 സെൻറ്റിമീറ്റർ വരെയാണ് ഇവ വളരുക. ഏകദേശം 4 അടി വരെ നീളമുള്ള ടൈഗർ കാറ്റ്ഫിഷസിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവയ്ക്ക് 6 മാസത്തിൽ 14 ഇഞ്ച് വരെ വലിപ്പം വയ്ക്കാൻ സാധിക്കും. സൗത്ത് അമേരിക്കയിലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണ് ടൈഗർ കാറ്റ്ഫിഷസ്. പൊതുവെ ഓംനിവോറസ് ആയിട്ടുള്ള ഇവ മത്സ്യങ്ങളെയും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ഭക്ഷിക്കാറുണ്ട്. അലിഗേറ്റർ ഗാർസ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഫിഷ് കാറ്റഗറിയിൽപ്പെടുന്ന മത്സ്യങ്ങളാണ് അലിഗേറ്റർ ഗാർസ്. വെള്ളമില്ലാതെ 2 മണിക്കൂർ വരെ കരയിൽ ജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കും. മുതലയുടേതുപോലുള്ള ശരീരഘടന ഗാർ ഫാമിലിയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ജയൻറ്റ് ഫിഷസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മത്സ്യങ്ങളാണ് അലിഗേറ്റർ ഗാർസ്. പ്രാചീന കാലവുമായി വളരെയധികം ബന്ധമുള്ള ജീവികളാണ് അലിഗേറ്റർ ഗാർസ്. ഡിനോസറുകൾ ജീവിച്ചിരുന്ന കാലം മുതൽക്ക് തന്നെ ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് മത്സ്യങ്ങളിൽ നിന്ന് ഉടലെടുത്തവയാണ് അലിഗേറ്റർ ഗാർസ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവയുടെ ലൈഫ് സ്പാൻ. അതായത് 50 മുതൽ 95 വർഷം വരെയാണ് അലിഗേറ്റർ ഗാർസിൻ്റെ ആയുസ്. 3 മീറ്റർ വരെ വലിപ്പം വയ്ക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഒലിവ്, ബ്ലാക്ക്, വൈറ്റ് എന്നിങ്ങനെ നമുക്കുള്ളതുപോലെ തന്നെ മെലാനിൻ്റെ അളവിൻ്റെ ചേഞ്ചിനനുസരിച്ചിട്ട് ഇവയുടെ കളേഴ്സിലും ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. 159 കിലോഗ്രാം വരെയാണ് ശരീരഭാരം ഇവയ്ക്കുണ്ടാകുക. ഏകദേശം 2.5 മീറ്റർ നീളമുള്ള 148 കിലോഗ്രാം ഭാരമുള്ള ഒരു അലിഗേറ്റർ ഗാറിനെ മിസിസിപ്പി റിവറിൽ നിന്ന് വലയിൽ കിട്ടിയതായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവയുടെ മാംസം ഭക്ഷിക്കാമെങ്കിലും മുട്ടകൾ ടോക്സിക്കാണ്. ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിക്നസ് ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു ഭീമൻ ടണലിൽ നമ്മൾ വേറെയും ഒരുപാട് മിക്സഡ് ഫിഷസിനെയൊക്കെ കണ്ടു. ഇതിലുള്ളവയാണ് സാധാരണയായി നമ്മൾ വളർത്തുന്ന സക്കേഴ്സ് അഥവാ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു തരം മത്സ്യങ്ങൾ. പിന്നെ നമ്മുടെ നോർമൽ വാഗവരാൽ, ചന്ന മൈക്രോപെൽറ്റസ്, സീബ്ര തിലാപ്പിയാസ്, പിന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ഫിഷസ് ആണ് പാക്കൂസ്. അതായത് പിരാന ഫാമിലിയിൽ നിന്നാണ് ഇവ. ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പാക്കൂസ് ഉണ്ട്. പിരാന എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പാക്കു മത്സ്യമാണ്. വിവിധ ഇനം കളറുകളിലും പാക്കൂസ് അവിടെ അവൈലബിൾ ആയിരുന്നു. വൈറ്റ്,
ബ്ലാക്ക്, റെഡ് ബെല്ലീഡ് പാക്കു എന്നിങ്ങനെ വിവിധ തരം. ടാങ്കിൽ വേറെ ഒരു മത്സ്യത്തിൻ്റെ കൂടെയും ഇടാൻ പാടില്ലാത്ത അരോണ എന്നറിയപ്പെടുന്ന അരവാന മത്സ്യം. വെള്ളയിൽ മുകൾ ഭാഗത്ത് മാത്രം നേരിയ ചുവപ്പ് നിറമുള്ള ഈ ഒരു മത്സ്യത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കുറച്ചധികം വലിപ്പമുള്ള ഓസ്കാർസിന് ആരോ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. പല നിറങ്ങളിലുള്ള, അതായത് വെള്ളയിൽ ഓറഞ്ച് പുള്ളികൾ, കറുപ്പിൽ ഓറഞ്ച് പുള്ളികൾ, മുഴുവനായി കറുപ്പുള്ളതും ഇനി കറുപ്പിലും വെള്ളയിലുമായി ഓറഞ്ച് പുള്ളികൾ, ഇങ്ങനെയുള്ള നിരവധി നിറങ്ങളിലുള്ള ഓസ്കാർ മത്സ്യങ്ങളെയും നമ്മളിവിടെ കണ്ടു. ഒരു ടാങ്കിൽ തന്നെ പല പല നിറങ്ങളിലും കോമ്പിനേഷനുകളിലും ഉള്ള നിരവധി കോയിക്കാർപ്പ് മത്സ്യങ്ങൾ, പിന്നെ പല പല വർണ്ണങ്ങളിൽ മേക്ക് ചെയ്തേക്കുന്ന ചെറിയ ഇനം ഹൈബ്രിഡ് മത്സ്യങ്ങൾ. ഇവയെല്ലാം ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മുതൽ തന്നെയാണ്. സോ ഗൈസ്, അപ്പോൾ ഒരു 120 രൂപയ്ക്ക് മീനുകളെ കുറിച്ച് അറിയാനും പിന്നെ ഒരു അക്വേറിയം ആ ഒരു സെറ്റപ്പിൽ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമസോൺ ടണലാണ്. അതായത് ആ ഒരു അറാപ്പൈമ, അലിഗേറ്റർ, ഗാർസ്, റെട്ടൈൽ, കാറ്റ്ഫിഷ് അങ്ങനെയുള്ള ഒരുപാട് മീനുകളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാനും എങ്ങനെയൊക്കെയാണ് അത് അതിൻ്റെ മൂവ്മെൻറ്റുകൾ, പിന്നെ എങ്ങനെയൊക്കെയാണ് അത് ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് കൂടെ നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചു. എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിഷിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അടിപൊളിയാണ്. നോർമൽ പീപ്പിളാണെങ്കിൽ 120 റുപ്പീസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ, ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു മീനിൻ്റെ ബോട്ടം മൂവ്മെൻറ്റിൽ അതിൻ്റെ ബോട്ടം പോർഷനൊക്കെ കാണാൻ പറ്റുക. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തുകൊണ്ടും വെർത്താണ്. നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ, ജീവിതം ഒന്നേ ഉള്ളൂ, എക്സ്പ്ലോർ ചെയ്യുക, ഇതുപോലുള്ള കാഴ്ചകളൊക്കെ വന്ന് കാണുക. അപ്പോൾ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സാധനം കാണാൻ പറ്റാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ.